ഒരു അബദ്ധത്തിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല ട്രംപ് ഭരണകൂടത്തിലെ ഉന്നതന്മാർ. യുഎസിൽ സൈനിക നീക്കങ്ങളുടെ രഹസ്യം വീണ്ടും ചോർന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾട്സിന് പിന്നാലെ ഇപ്പോൾ പിഴവ് സംഭവിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന പ്രതിരോധ സെക്രട്ടറിയിൽ നിന്നാണ്. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് രൂപീകരിച്ച സിഗ്നൽ മെസ്സേജിംഗ് ചാറ്റ് ഗ്രൂപ്പിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും സഹോദരനും കടന്നുകൂടിയതാണ് വിവാദമായത്. ട്രംപ് ഭരണകൂടത്തിലെ ഉന്നത നേതാക്കളടങ്ങിയ ഗ്രൂപ്പിൽ യമനിലെ ഹൂത്തികൾക്കെതിരായി നടത്തിയ സൈനിക വ്യോമാക്രമണത്തിന്റെ വിവരങ്ങളാണ് ചർച്ച ചെയ്തത്. പതിവ് പോലെ പ്രതിരോധ സെക്രട്ടറിക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്തുണയുമായി എത്തിയെങ്കിലും സൈനിക നീക്കങ്ങളുടെ രഹസ്യം ചോർന്നതിൽ പീറ്റ് ഹെക്സത്തിനെതിരെ അന്വേഷണം ആരംഭിച്ചു. മാർച്ച് 15-ന് അമേരിക്ക നടത്തിയ യമൻ ആക്രമണത്തിന്റെ വിവരങ്ങൾ വീണ്ടും സമൂഹ മാധ്യമത്തിലൂടെ ചോർന്നത് വിവാദമായി. സാമൂഹിക മാധ്യമമായ സിഗ്നൽ ചാറ്റിൽ US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് വിവരങ്ങൾ പങ്കുവച്ചെന്ന് ദ ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടാണ് വിവാദമായത്. ഭാര്യയും സഹോദരനും അഭിഭാഷകനും ഉൾപ്പെടെ 13 പേരുള്ള ചാറ്റിലാണ് യമനിലെ ഹൂതികൾക്കെതിരെയുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ട രഹസ്യവിവരങ്ങൾ ഹെക്സത്ത് ചർച്ച ചെയ്തത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് US ഭരണ നേതൃത്വത്തിലെ ഉന്നതന്മാർ മാത്രമുള്ള മറ്റൊരു ഗ്രൂപ്പിൽ ദി അറ്റ്ലാന്റിക് മാഗസിന്റെ പത്രാധിപർ ജെഫ്രി ഗോൾഡ്ബർഗിനെ ഉൾപ്പെടുത്തിയ വിവാദം കെട്ടടങ്ങും മുൻപാണ് സമാനമായ പിഴവ് ഇപ്പോൾ രാജ്യത്തെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പ്രതിരോധ സെക്രട്ടറിയിൽ നിന്നുണ്ടായത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾട്സ് സ്ഥാപിച്ച ആദ്യ ചാറ്റിൽ നിരവധി ക്യാബിനറ്റ് അംഗങ്ങൾ ഉൾപ്പെട്ടിരുന്നു. പീറ്റ് ഹെക്സത്ത്, വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, CIA ഡയറക്ടർ ജോൺ റാറ്റ്ക്ലിഫ് തുടങ്ങി ട്രംപ് ഭരണകൂടത്തിലെ 26 പ്രമുഖരുണ്ടായിരുന്ന ഗ്രൂപ്പിലേക്കാണ് ജെഫ്രി ഗോൾഡ്ബർഗ് അബദ്ധത്തിൽ കടന്നുകൂടിയത്. അവിടെ എൻക്രിപ്ഷന്റെ മറവിൽ അവർ സൈനിക നടപടികൾ ഏകോപിപ്പിച്ചത് മാധ്യമപ്രവർത്തകനായ ജെഫ്രി മനസ്സിലാക്കിയിരുന്നു. ദി അറ്റ്ലാന്റിക് പുറത്തുവിട്ട വിവരങ്ങളിൽ യമൻ ആക്രമണത്തിൽ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും ആക്രമണത്തിന്റെ സമയക്രമവും ചർച്ച ചെയ്തിരുന്നു. പത്രാധിപരായ ജെഫ്രി ചാറ്റ് ഗ്രൂപ്പിൽ കടന്നുകൂടിയത് പ്രതിരോധ ഓഫീസിലെ ഒരു ട്രെയിനിക്ക് സംഭവിച്ച പിഴവാണെന്ന് പറഞ്ഞ് ഉന്നതർക്ക് സംഭവിച്ച പിഴവിനെ ലഘൂകരിക്കാൻ ശ്രമിച്ചു. എന്നാൽ പുതിയ ചാറ്റ് ഗ്രൂപ്പ് ഹെക്സത്ത് തന്നെ നിർമ്മിച്ചതിനാൽ വിവാദങ്ങൾ കൂടുതൽ ശക്തമാവുകയാണ്. ആദ്യ ഗ്രൂപ്പിലെന്ന പോലെ രണ്ടാം ചാറ്റിലും സമാന വിവരങ്ങളും ഉണ്ടായിരുന്നുവെന്നും ഈ വിവരങ്ങൾ ആക്രമണത്തിന് മുൻപ് പുറത്തുവരുന്നത് US സൈനികരുടെ ജീവന് തന്നെ ഭീഷണിയാണെന്നും ഉന്നത ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയതായി ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ആരോപണങ്ങൾ നിഷേധിച്ച വൈറ്റ് ഹൌസും ഹെക്സത്തും രഹസ്യവിവരങ്ങളൊന്നും ചാറ്റിലൂടെ പുറത്തുപോയിട്ടില്ല എന്നറിയിച്ചു. എന്നാൽ സന്ദേശങ്ങൾ ലഭിച്ചവരിൽ ഒരാളാണ് പേരുവിവരങ്ങൾ മറച്ചുവെച്ച് അസോസിയേറ്റഡ് പ്രസിനോട് രണ്ടാമത്തെ ചാറ്റിനെ കുറിച്ച് സ്ഥിരീകരിച്ചത്. ദേശീയ പ്രതിരോധ രഹസ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ അംഗീകാരമില്ലാത്ത ഒരു ആപ്പാണ് സിഗ്നൽ. ഈ ആപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച ഡിഫൻസ് ടീം ഹഡിൽ എന്ന ഗ്രൂപ്പ് ചാറ്റിലാണ് ആക്രമണ വിവരങ്ങൾ പങ്കുവച്ചത്. ഡൊണാൾഡ് ട്രംപ് അനുകൂലമായ US മാധ്യമം ഫോക്സ് ന്യൂസിന്റെ പ്രൊഡ്യൂസറാണ് ഹെക്സത്തിന്റെ ഭാര്യ ജെന്നിഫർ. പ്രതിരോധ വകുപ്പ് ജീവനക്കാരിയല്ലാത്ത ജെന്നിഫർ ഭർത്താവിനൊപ്പം ഔദ്യോഗിക വിദേശയാത്രകളുടെ ഭാഗമായിട്ടുണ്ട്. വിദേശ നേതാക്കളുമായുള്ള നിർണായക ചർച്ചകളിൽ ഭർത്താവിനൊപ്പം പോയതിന് അവർ കടുത്ത വിമർശനങ്ങൾ നേരിടവെയാണ് ഇപ്പോഴത്തെ വിവാദം. ഇവരോടൊപ്പം പെന്റഗണിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ലൈസണും മുതിർന്ന ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ട പ്രതിരോധ സെക്രട്ടറിയുടെ സഹോദരൻ ഫിൽ ഹെക്സത്തും ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഹെക്സത്തിന്റെ സഹോദരൻ ഫിലും അഭിഭാഷകൻ ടിം പാർലത്തോറും പ്രതിരോധ വകുപ്പിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ്. എന്നാൽ ഈ 3 പേർക്കും US-ന്റെ തന്ത്രപ്രധാനമായ ആക്രമണ പദ്ധതികളെക്കുറിച്ച് വിവരം നൽകേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് വ്യക്തമല്ല. മാത്രവുമല്ല, പ്രതിരോധ സെക്രട്ടറിയും യുദ്ധകാര്യ വിദഗ്ധനും ഫോക്സ് ന്യൂസിന്റെ മുൻ അവതാരകനുമായ പീറ്റ് ഹെക്സത്തിൽ നിന്ന് ഇത്തരം അബദ്ധം സംഭവിച്ചതിനെതിരെ ശക്തമായ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. രണ്ടാമത്തെ സിഗ്നൽ ചാറ്റിനെ കുറിച്ചും അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഡെമോക്രാറ്റിക് അംഗങ്ങൾ രംഗത്തെത്തി. പ്രതിരോധ രഹസ്യങ്ങൾ ചർച്ച ചെയ്യാൻ സിഗ്നൽ ആപ്പ് ഉപയോഗിച്ചതിന് പീറ്റ് ഹെക്സത്ത് അന്വേഷണം നേരിടുകയാണ്. പെന്റഗണിലെ ചിലർക്ക് പ്രതിരോധ സെക്രട്ടറിയായ ഹെക്സത്തുമായി ഒത്തുപോകാൻ കഴിയുന്നില്ല എന്നാണ് അടുത്തിടെയുണ്ടായ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. അനധികൃത വെളിപ്പെടുത്തൽ നടത്തിയെന്നാരോപിച്ച് കഴിഞ്ഞയാഴ്ച പെന്റഗണിലെ 3 ഉന്നത ഉദ്യോഗസ്ഥരെ ഹെക്സത്ത് പുറത്താക്കിയിരുന്നു. പുറത്താക്കപ്പെട്ടതിന് പിന്നാലെ വകുപ്പ് പൂർണ്ണമായി തകർന്ന നിലയിലാണെന്ന് പെന്റഗൺ മുൻ വക്താവ് ജോൺ ഉള്ളിയോട്ട് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ജോൺ ഉള്ളിയോട്ടിന്റെ ആരോപണങ്ങളെ പെന്റഗൺ തള്ളിയിരുന്നു. ട്രംപിനെ വെറുക്കുന്ന മാധ്യമങ്ങൾ പ്രസിഡന്റ് ട്രംപിനോട് പ്രതിബദ്ധതയുള്ള ആളുകളെ നശിപ്പിക്കുകയാണെന്ന് പെന്റഗൺ മുഖ്യ വക്താവ് ഷോൺ പാർനെൽ പറഞ്ഞു. നേരത്തെ മൈക്ക് വാട്സിനെ വെള്ളപൂശിയതുപോലെ പീറ്റ് ഹെക്സത്തിനെയും പൂർണ്ണമായും പിന്തുണയ്ക്കുകയായിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പീറ്റ് മികവുറ്റ ജോലിയാണ് ചെയ്യുന്നത്. എല്ലാവരും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയിൽ സന്തുഷ്ടരുമാണ്. അദ്ദേഹത്തിന്റെ കഴിവ് എത്രത്തോളമെന്ന് ഹൂതികളോട് ചോദിച്ച് അറിയാമെന്ന് പറഞ്ഞ് വിവരച്ചോർച്ചയെ ട്രംപ് നിസ്സാരമാക്കാനാണ് ശ്രമിച്ചത്.
ഭരണകൂടത്തിലെ ഉന്നതന്മാരുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടാകുന്ന വീഴ്ചകളെ ന്യായീകരിക്കുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഡെമോക്രാറ്റിക് പാർട്ടി എംപിമാർ ഉൾപ്പെടെ നിരവധി പേർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്.